അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് കുട്ടികളിലെ കോങ്കണ്ണാണ്. സാധാരണ കുട്ടികൾക്ക് കോങ്കണ്ണുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് സംശയമുണ്ടാവാറുണ്ട്. അപ്പോൾ പലതും യഥാർത്ഥത്തിൽ കോങ്കണ്ണായിക്കൊള്ളണം എന്നില്ല. കുട്ടികളുടെ മൂക്കിൻ്റെ പാലം കുറച്ച് വീതിയുള്ളതാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്തുള്ള പോളകൾ രണ്ടും കൂടിച്ചേർന്നിരിക്കുമ്പോൾ, അത്തരം സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് കോങ്കണ്ണായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ അത് കോങ്കണ്ണാവണമെന്നില്ല. അപ്പോൾ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചുകൊണ്ട് കോങ്കണ്ണുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നാൽ ശരിക്കും കോങ്കണ്ണുള്ള കുട്ടികൾക്ക് അത് കൃത്യമായിക്കൊണ്ട് അതിനുള്ള ഒരു ചികിത്സയും അതിനുള്ള ഒരു ഇവാലുവേഷനും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കോങ്കണ്ണ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, കോങ്കണ്ണുള്ള കണ്ണ് പൊതുവേ കാഴ്ച കുറഞ്ഞ കണ്ണായിരിക്കും. കോങ്കണ്ണുള്ള കണ്ണിൽ കാഴ്ച താരതമ്യേന കുറവായിരിക്കും. കാരണം ആ ഒരു കണ്ണ് കുട്ടികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കാഴ്ച ഒരല്പം കുറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ചികിത്സകൾ അത് കണ്ണടയിലൂടെ ആവാം, അല്ലെങ്കിൽ സർജറിയിലൂടെ ആവാം. ഈ രീതിയിലുള്ള ചികിത്സകളെല്ലാം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കണ്ണടച്ചു വെച്ചുകൊണ്ടുള്ള എക്സസൈസ്, വിഷൻ തെറാപ്പികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കോങ്കണ്ണ് യഥാർത്ഥത്തിലുള്ള കുട്ടികൾക്ക് അതിൻ്റെ ചികിത്സ നൽകേണ്ടതാണ്, അതിൻ്റെ പരിശോധന ചെയ്യേണ്ടതാണ്. കോങ്കണ്ണിൻ്റെ ചികിത്സ പല രീതിയിലുണ്ട്. ചിലതൊക്കെ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന, പവർ കൊടുത്താൽ അത് ശരിയാക്കാവുന്ന തരത്തിലുള്ള കോങ്കണ്ണുകളുണ്ട്. ചിലതെല്ലാം ഇടയ്ക്ക് മാത്രം വരുന്ന ചില കോങ്കണ്ണുകൾ എക്സസൈസ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ ചില കോങ്കണ്ണുകൾ കൃത്യമായി സർജറി ചെയ്ത് തന്നെയാണ് ശരിയാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു കോങ്കണ്ണുള്ള ഒരാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബൈനോക്കുലർ സിംഗിൾ വിഷൻ, രണ്ട് കണ്ണും ഉപയോഗിച്ചുകൊണ്ട് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഡെപ്ത് പെർസെപ്ഷനും, അത് ഒരു ആഴം എത്രയാണ്, ദൂരം എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു കോങ്കണ്ണുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് പല കാര്യങ്ങൾക്കും അത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പലതിനും അത് ആവശ്യമാണ്. പൈലറ്റ്സ്, അതുപോലെ തന്നെ ഷിപ്പിൽ, മിലിറ്ററിയിൽ, ഇതൊക്കെ ഇതൊരു അത്യാവശ്യമായിക്കൊണ്ട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ മിലിറ്ററി, പല സർജറി ചെയ്യുന്ന ഡോക്ടർമാർ, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ, പല മെക്കാനിക്കൽ റിപ്പയർ ചെയ്യുന്ന ഇത്തരം ആളുകൾക്കൊക്കെ അതിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ ആഴവും അതിൻ്റെ ദൂരവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു ബൈനോക്കുലർ വിഷനും സ്റ്റീരിയോപ്സിസ് എന്നൊക്കെ പറയുന്ന രണ്ട് കണ്ണും ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില ഇഫക്റ്റുകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോങ്കണ്ണ് ഉള്ള ആളുകൾ അത് കണ്ടെത്തുകയും അതിൻ്റെ ചികിത്സ എടുക്കുകയും നേരത്തെ ഡോക്ടർ പറയുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ചികിത്സ കൃത്യമായി എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.